സച്ചിയുടെയും രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി വീട്ടിൽ ഇപ്പോൾ പുതിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതി അന്ന് ഊരി കൊടുത്ത ആ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് സച്ചിയും രേവതിയും ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര അതെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് സ്വർണ്ണമല്ലായിരുന്നു, മുക്കുപണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെയാണ് മാറിയെന്നുള്ള കാര്യം ആർക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതിൻ്റെ പിന്നിൽ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയാണെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് തെളിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരുവിധ മാർഗങ്ങളൊക്കെ സച്ചിയും രേവതിയും അതുപോലെ ശ്രീകാന്തും വർഷയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്കിലും അത് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഇത് എന്ത് മുഖേനയും അത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ട് നമ്മുടെ സച്ചി പുതിയൊരു നമ്പർ ഇറക്കുവാണ് കേട്ടോ. ചന്ദ്രമതിക്കാണെങ്കിലും ശ്രുതിക്കാണെന്നുണ്ടെങ്കിലും വിശ്വാസം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വെച്ച് തന്നെ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സച്ചി ഒരു ദിവസം ഒരു കടയിൽ പോയിട്ട് ഒരു നാരങ്ങ മേടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുങ്കുമവും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ജപിച്ച് കൊണ്ടുവന്ന ഒരു സാധനം പോലെ ആക്കിയിട്ട് ഒരു മഞ്ഞ തുണീനകത്തൊക്കെ കെട്ടിങ്ങാണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ സച്ചി ഗംഭീര പ്രകടനമാണ് ചെയ്യുന്നത്. കുറേ മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് നെറ്റിയിലും അതുപോലെ നെഞ്ചത്തൊക്കെ കുറേ ഭസ്മൊക്കെ വാരി തേച്ചിട്ട് ശരിക്കും ഒരു പൂജാരിയെ പോലുള്ള ഒരു ഫീലൊക്കെ വരുന്ന രീതിയിലാണ് ആൾ ഉള്ളിലേക്ക് കയറി വരുന്നത്. സച്ചിയുടെ ആ ഭാവമാറ്റമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഇതെന്ത് പറ്റി സച്ചിക്ക് എന്നുള്ള കാര്യം. വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ചെയ്യുന്നത്. സച്ചിയുടെ ഈ ഭാവമാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് രവിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. രവിയേട്ടാ, നിങ്ങൾ കാണുന്നില്ലേ അവൻ ഇവിടെ കിടന്നിട്ട് ഒച്ചയെടുക്കുന്നത്, എന്താ കാര്യം എന്ന് വെച്ചാൽ ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അച്ഛാ ഇപ്പം എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക മേലെ എന്തോ ആൾ കൂടിയത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ രവി. അങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് സച്ചിക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം. രേവതി നീ ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ള കാര്യം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ മേലിൽ നിന്ന് ആൾ പോയതുപോലെ കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരാളൊന്ന് വിളിക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഫോൺ ചെയ്യാണ് കേട്ടോ. ജോത്സ്യം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഓക്കെ ശരി എന്നാൽ ഫോൺ വെക്കാന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം രവി ചോദിക്കുന്നത്, അല്ല സച്ചി നിനക്ക് എന്താ പറ്റിയത്, നീ എന്തൊക്കെയായി പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെച്ചാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ മേലെ കയറിയ ആ ശക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഞാനല്ല ഒന്നും പറഞ്ഞെന്നൊക്കെ പറയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഇതിന് പിന്നിലൊരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ എന്ന് പറയുമ്പോൾ അച്ഛൻ ഞാൻ പറയാം. നമ്മുടെ രേവതിയുടെ സ്വർണം എങ്ങനെയാണ് മുക്കുപണ്ടായെന്നുള്ള കാര്യം അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പ്രകാരം ഒരു ജോത്സ്യനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി തന്നതാണ് ഇതെന്ന് പറഞ്ഞിട്ട് ആ മഞ്ഞ തുണിയിനകത്ത് നിന്ന് ഈ നാരങ്ങ എടുത്ത് കാണിക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് നാരങ്ങയല്ലേ, ഇത് വെറും നാരങ്ങയല്ല ജ്യൂസ് അടിച്ച് കുടിക്കുന്നേ, ഇത് നല്ല ശക്തിയുള്ള നാരങ്ങയാണ്, ഇത് ജപിച്ചു കൊണ്ടുവന്ന സാധനം എന്ന് പറയാണ് കേട്ടോ. ഈ സ്വാമി പറഞ്ഞിരിക്കുന്നത് ആ സ്വർണം എടുത്ത് മാറ്റി വെച്ച ആള് ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരിത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ മുഖഭാവം മാറുന്നുണ്ട്. അതുപോലെ ചന്ദ്രമതിക്കും ചെറിയൊരു പേടി വരുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ ഈ പ്രകടനമൊക്കെ കാണുമ്പോൾ തന്നെ രേവതിക്ക് എന്തൊക്കെയോ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിയാണ് കേട്ടോ നന്നായിട്ട് രേവതി ശ്രദ്ധിക്കുന്നത്. ആ ഭാവമാറ്റമൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആരോ ആണ് ഇത് ചെയ്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ജോത്സ്യം പറഞ്ഞപ്പോഴേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാണ്, ഞങ്ങളുടെ വീട്ടിലുള്ള ആരും അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം. പക്ഷെ അത് ആരാണ് ചെയ്തതെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ അയാൾ ജപിച്ച് എനിക്ക് തന്നത്. അത് കേട്ട ഉടനെ വർഷ ചോദിക്കുന്നത്, ഇതിനകത്ത് എന്താ വല്ല ചിപ്പ് എന്തെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഏയ് ചിപ്പൊന്നുമല്ല, അതിനേക്കാൾ ശക്തിയുള്ള സംഭവമാണ് ഇതിനകത്തുള്ളത്. എന്തായാലും ആരെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ഇത് പറയുമോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പറയല്ല ചെയ്യുക, ആരാണോ എടുത്തത് അല്ലെങ്കിൽ അത് മാറ്റി വെച്ചത് അവരുടെ മുഖം ഇങ്ങനെ ഒരു വശത്തേക്ക് കോടി പോകുന്നു പറയാണേ. സച്ചി അതുപോലെ ആക്ഷൻ കാണിച്ചിട്ട് ശ്രുതിയുടെ നേർക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോഴേക്കും ശ്രുതിക്കും അതുപോലെ ചന്ദ്രമതിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വർഷ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണോ എന്നുള്ള കാര്യം. അയ്യോ ഇതിന് വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട, ഒരുപക്ഷെ ഇവളുടെ വായു അങ്ങനെ ആവും, അതുകൊണ്ട് ശ്രീകാന്തെ പിന്നെ അവൾക്ക് ഡബ്ബിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അയ്യോ വർഷ നീ മിണ്ടല്ലേ എന്നുള്ള കാര്യം കേട്ടോ. ഇതൊന്നും എനിക്ക് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല എന്ന് വർഷ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രേവതിയും പറയുന്നുണ്ട് കേട്ടോ. അയ്യോ വർഷ അങ്ങനെയൊന്നും പറയരുത്, എനിക്കറിയുന്ന ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദുഷ്ടതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ അതിന് ഫലം ഇതുപോലെ ഒരുപക്ഷെ കൈകാലം ഒടിയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ വായ ഒരു പക്ഷത്തേക്ക് കൂടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണേ. രേവതിയുടെ സംസാരം കൂടി കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്നിട്ട് മുഖം ഇങ്ങനെ ഒരു പക്ഷത്തേക്ക് കോടി പോലെയൊക്കെ ആക്കി നോക്കുന്നുണ്ട്. ചന്ദ്രമതി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ.
ഇത് സച്ചിയുടെ ഉടായ്പ വേദനകളാണ് എന്നുള്ള കാര്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു രവിയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയാണ് കേട്ടോ. അതെ, ഞങ്ങളുടെ ഗ്രാമത്തിലും ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ നടന്നതായിട്ടുള്ള ഞാനും കേട്ടിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി, അതേ അച്ഛ, നമ്മുടെ അച്ഛമ്മയുടെ നാട്ടില് ഒരു നമ്പൂതിരി ഇല്ലായിരുന്നോ, അതുപോലൊരു ജ്യോത്സ്യം തന്നെയാണ് എനിക്കും ഇതുപോലെ ജപിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ പൂജാരി പറഞ്ഞിരിക്കുന്നത് അത് കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കാനാന്നുള്ള കാര്യം പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് നോക്ക് രവിയേട്ട, ഇവൻ എന്തൊക്കെയായി കാണിക്കുന്നത്, ഇങ്ങനത്തെ സാധനമൊന്നും ഇവിടെ വെക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എനിക്ക് ഭയമൊന്നും അല്ല, അല്ലെങ്കിലും ഈ വീട്ടിൽ ആരെന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അമ്മ പറയുമ്പോഴേക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുധിയും പറയുന്നുണ്ട്. അല്ലെങ്കിലും ഈ വീട്ടിൽ ഇങ്ങനെ ആരോടും ചോദിക്കാൻ പറയുന്നത് ചെയ്യേണ്ട, നീ എങ്ങനെ അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കൊണ്ടുവയ്ക്കുക? എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിക്കുക ഇവിടെ തെറ്റായിട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ്. എന്തായാലും കാണാതെ പോയത് ഞങ്ങളുടെ സ്വർണ്ണല്ലേ, അത് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ കൊണ്ട് ആരാണോ അത് ചെയ്തത് അവരുടെ വായ ഇങ്ങനെ ഒരു വശത്തേക്ക് ഓടുന്നു പറഞ്ഞിട്ട് ആ ആക്ഷനൊക്കെ കാണിക്കാൻ കേട്ടോ നമ്മുടെ സച്ചി. ആ ആക്ഷൻ കാണിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കുന്നുണ്ട്. അത് അങ്ങനെ ഓരോരുത്തർ ഓരോ വശത്തേക്ക് പോകുന്ന സമയത്ത് രവി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തായാലും നോക്കാം എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് രവി അങ്ങ് റൂമിലേക്ക് കയറി പോവാണ്. സച്ചിൻ രേവതി ഒരു വശത്തേക്കും ശ്രീകാന്തും വർഷ ഒരു വശത്തേക്കും പോകുന്നുണ്ട്. അവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്ന് ആ പൂജാമുറിയിലെ നാരങ്ങയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും നോക്കുന്നത് ശ്രുതി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. സച്ചി നേരെ രേവതിയുടെ കൂടെ തന്നെയാണ് കേട്ടോ അടുക്കളയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും സച്ചിയുടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതില്ലേ വെറ്റിലയിൽ മഷി തേച്ചിക്കാണ്ട് നോക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അപ്പം നിങ്ങൾ എന്നെ വലിയ പഠിച്ച ആളാണ് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, അവസാനം നിങ്ങൾക്ക് സ്വാമിയാരെ തന്നെ പോയി കാണേണ്ടി വന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ എന്ന് പറയാണ് കേട്ടോ. എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരാളുടെ അടുത്ത് കൊണ്ടുപോകായിരുന്നു. എനിക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അസുഖം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെയായിരുന്നു പോയി കാണുക. അങ്ങനെ സച്ചേട്ടൻ പറയായിരുന്നെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിങ്ങളെ കൊണ്ടുവരുന്നല്ലോ എന്ന് പറയണേ. അതൊക്കെ ഇരിക്കട്ടെ, സച്ചേട്ടൻ ഏത് സ്വാമിയാരെ പോയി കണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അധികം പഠിപ്പൊന്നുമില്ല, പക്ഷേ നല്ല ബുദ്ധിയൊക്കെ ആള് തന്നെയാണ്. ഓഹോ, അങ്ങനെ അയാളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ സച്ചിദാനന്ദൻ എന്നുള്ള കാര്യം പറയണേ. സച്ചിദാനന്ദനോ? അയാള് എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയാളിതാ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചിയെ തന്നെ ഇങ്ങനെ കാണിക്കുവാണേ. മംഗളം ബൗന്തു എന്നൊക്കെ പറഞ്ഞിട്ട് തലയിലൊക്കെ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ. സച്ചേട്ടൻ ചുമ്മാ കളിക്കാതെ ഏത് സാമിയെ പോയി കണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ സാമിനി മാമിനി ഒന്നല്ല ഞാൻ പോയി കണ്ടത്. അപ്പോൾ ആ നാരങ്ങ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് നമ്മുടെ അണ്ണാച്ചി കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ എന്തിനാ എല്ലാവരുടെ മുമ്പിൽ കള്ളം പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. കള്ളം പറഞ്ഞതല്ല, ഞാനൊരു കെണി വെച്ചിരിക്കുകയാണ്. അതിൽ ആ ഓടിപ്പോയിന്നില്ലേ, അവൻ എന്തായാലും വന്നിട്ട് കെണിയിൽ തലവെക്കും, അവൻ കറക്റ്റ് കുടുങ്ങുകയും ചെയ്യും. ഇതൊക്കെ വല്ലത് നടക്കോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ നിനക്കറിയില്ല എൻ്റെ ഏട്ടനെ കുറിച്ച്, ചെറുപ്പം മുതലേ അവന് ഈ മന്ത്രം, മരണം, പ്രേതം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ എന്തായാലും അവന് ഭയം ആരംഭിച്ച് കാണും, അവൻ തന്നെ കറക്റ്റ് വന്നിട്ട് സത്യം പറയും, നീ നോക്കിക്കോ എന്ന് പറയാണ് കേട്ടോ. അതേസമയം ശ്രുതിക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലെമൺ കണ്ടത് മുതൽ തന്നെ രണ്ടുപേരും നല്ല ഭയന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പരസ്പരം തോന്നുകയാണ് രണ്ടുപേരുടെയും ചുണ്ട് കൂടിപ്പോയി എന്നുള്ള കാര്യം. ശ്രുതിക്ക് തോന്നുന്നത് അമ്മയുടെ ചുണ്ട് അങ്ങനെയായെന്നും അമ്മയ്ക്ക് തോന്നുന്നത് മോന്റെ ചുണ്ട് അങ്ങനെ ആയെന്നാണ്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം തർക്കി കുശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്ത് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം പറയാണ് കേട്ടോ. രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ആൻറ്റി ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ആൻറ്റി പോയിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ റൂമിൽ നിന്ന് പറഞ്ഞു വിടാണ് കേട്ടോ ശ്രുതി. അത് കഴിഞ്ഞ് നമ്മുടെ സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്, നീ വെറുതെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ തന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പോയി പറയുന്ന മട്ടാണല്ലോ. അതല്ല ശ്രുതി, ആ ലെമൺ കണ്ടത് മുതൽ എനിക്ക് ഭയങ്കര ഭയമാണ് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, സച്ചി ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, സച്ചി എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? അമ്പലത്തിൽ പോലും പോവാത്ത അവൻ എങ്ങനെയാ പോയിട്ട് സ്വാമീനൊക്കെ കാണുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ ചുമ്മാ നിങ്ങളടുത്ത് നിന്ന് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് നാളെ തന്നെ മനസ്സിലാവും. ശ്രുതിയുടെ ഈ ഭയം ശ്രുതിക്ക് നാശമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരല്പം ആശ്വാസം തോന്നുവാണ് നമ്മുടെ ശ്രുതിക്ക്. അപ്പോൾ എൻ്റെ വായിക്കൊന്നും സംഭവിക്കില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ശ്രുതി, ഒന്നും സംഭവിക്കില്ല, നീ ആദ്യം റെസ്റ്റ് എടുക്ക്, റിലാക്സ് ചെയ്യേ, ആദ്യം പാട്ട് കേട്ടുകൊണ്ടിരുന്നോ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു ഭാഗത്ത് ഇരുത്തുവാണ് കേട്ടോ. ശ്രുതി ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അതേ ഡിസ്കഷൻ തന്നെയാണ് ശ്രീകാന്തിനെയും അതുപോലെ വർഷയുടെ റൂമിൽ തന്നെ നടക്കുന്നത് കേട്ടോ. കാരണം സച്ചി ഒരിക്കലും അങ്ങനെ ജോൽസിനൊന്നും പോയി കണ്ടിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പിന്നെ സച്ചേട്ടൻ ഇങ്ങനെ എന്താ ചെയ്തെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രേവതി അതുവഴി പോകുന്നത് കാണുകയാണ് കേട്ടോ. അങ്ങനെ വർഷ നൈസായിട്ട് രേവതിയെ വിളിച്ചിട്ട് റൂമിൽ കയറ്റുന്നുണ്ട്. എന്താന്നുള്ള കാര്യം ചോദിച്ചിട്ട് അറിയില്ല ചേച്ചി എന്ന് ശ്രീകാന്ത് പറയാണ് കേട്ടോ. സച്ചേട്ടൻ ഏത് സ്വാമിയെ പോയി കണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് വർഷ ചോദിക്കുന്ന സമയത്ത് ആദ്യം രേവതി പോയിട്ട് റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഒരു സ്വാമിയെയും പോയി കണ്ടിട്ടില്ല, അപ്പൊ ആ ലെമണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് ഏതോ പലചരക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്.
ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ മേലിൽ നമുക്ക് ഡൗട്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കള്ളം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് സച്ചിയേട്ടൻ. ഓ, അപ്പൊ സുധിയേട്ടൻ ഭയന്ന് സത്യം സമ്മതിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലേ സച്ചിയേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ വർഷ പറയുന്നുണ്ട്, ഇത് നല്ല ഐഡിയ ആണ്. ചിലർക്ക് ചിലരുടെ ഭയമാണ് അവർക്ക് ചില സമയത്ത് സ്ട്രെയിഞ്ച് ആയിട്ട് വരുന്നത്. സുധിയേട്ടൻ ഉറപ്പായിട്ടും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കുരുക്കിൽ വീഴുക തന്നെ ചെയ്യും. എന്തായാലും സുധിയേട്ടൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയാണ് സച്ചിയേട്ടൻ വിശ്വസിക്കുന്നത്. എന്തായാലും എന്താ നടക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തായാലും അവരെടുത്തിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷെ ഇപ്പൊ ചെറിയൊരു ഭയമുണ്ട്. ഇതുവരെ റൂം വിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. എന്താ നടക്കുക എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ആ അത് വെച്ചതിന്റെ അന്ന് ദിവസം രാത്രിയാണ് കേട്ടോ. സുധിക്ക് കിടത്തും ഉറക്കമൊന്നും വരുന്നില്ല. ചന്ദ്രമതിക്കും അതേ അവസ്ഥ തന്നെയാണ്. സുധി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ചന്ദ്രമതി അതിലൂടെ തെക്കും വടക്കും നടക്കുന്നുണ്ട്. സുധി കൊണ്ടേ പൈസ തുളച്ചത് കൊണ്ടാണല്ലോ ചന്ദ്രമതിക്ക് ഇങ്ങനെ ഒരു പണി ഒപ്പിക്കേണ്ടി വന്നത്. അതിന്റെ പേരിൽ സുധിയെ കുറെ കുറ്റം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം ഒരു നിവൃത്തിയില്ലാതെ എന്തായാലും ആ നാരങ്ങയ്ക്ക് പകരം വേറൊരു നാരങ്ങ ജപിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാത്രി തന്നെ മാമയെ വിളിച്ചിട്ട് ഒരു സ്വാമിയാരെ പോയി കാണാനുള്ള പരിപാടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ അമ്മയും മോനും കൂടി ചേർന്ന് ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്രമതി പൊതുവെ രാവിലെ 9 മണിക്കാണല്ലോ എഴുന്നേക്കുന്നത്. ആ ചന്ദ്രമതി രാവിലെ നേരത്തെ എല്ലാവരും എഴുന്നേൽക്കുമ്പോഴേക്കും പോകുന്നത് കാണുമ്പോഴേക്കും എല്ലാവർക്കും സംശയം തോന്നുന്നുണ്ട്. അതുപോലെ കൂടെ സുധിയും കൂടി ഉണ്ടല്ലോ. സുധി രാവിലെ 10 മണിക്കാണ് കട തുറക്കുന്നത്. അതിനു മുമ്പ് പാമേൻ്റെ അടുത്ത് ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണെന്നുള്ള കാര്യം എന്ന് പറയുന്നത് ആർക്കും അത്ര ഡൈജസ്റ്റീവായിട്ട് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ എന്തിനാ ഇങ്ങനെ വിചാരണയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളൊരു വഴി വരെ പോവാണ്, വാ സുധി നീ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഒരുവിധം രക്ഷപ്പെട്ടിട്ട് ചന്ദ്രയും അതുപോലെ സുധിയും കൂടി പോകുന്നുണ്ട് കേട്ടോ. പാമയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ചന്ദ്രമതി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത് കേട്ടോ. അയ്യോ പാവം, ബാമാൻറ്റിക്ക് എന്ത് പറ്റിയാവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ബാമാൻറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, അത് എഫക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും എന്നുള്ള കാര്യം സച്ചിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ. ഓ അങ്ങനെയാണല്ലേ എന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രമതിയും അതുപോലെ സുധിയും കൂടി ചേർന്നിട്ട് ഒരു ജോത്സ്യനെ പോയി കണ്ടിട്ട് സച്ചി കൊണ്ടുവന്ന നാരങ്ങയ്ക്ക് പവറില്ലാതാക്കാൻ വേണ്ടിയിട്ട് വേറൊരു നാരങ്ങ ജപിച്ച് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അവർ കൊണ്ടുവയ്ക്കാൻ വേണ്ടി തന്നെ നല്ല ഭയപ്പെടുന്നുണ്ട് കേട്ടോ പൂജാമുറിയിലേക്ക്. പക്ഷെ ഒരു വിധത്തിൽ ചന്ദ്ര അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. പക്ഷെ അത് ഉരുണ്ട് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്ക് സുധീരെ അടുത്ത് അത് എടുത്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പേടിച്ചിട്ടാണ് അത് വെക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ആ നാരങ്ങ അവിടെ കൊണ്ടുവച്ചത് സച്ചി കാണുന്നുണ്ട് കേട്ടോ. ഇതാരാ കൊണ്ടുവച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് ചാടി വീഴുന്നുണ്ട്. അത് ഞാൻ വെച്ചതാണ്. രാവിലെ ബാമയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു അമ്പലത്തിൽ ഇറങ്ങി. ആ അമ്പലത്തിൽ അവിടെ സ്വാമീൻ്റെ മുമ്പിൽ വെച്ച് പൂജിച്ച ഒരു നാരങ്ങ തന്നു. ആ നാരങ്ങ ഞാൻ വീട്ടിനുള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് നടക്കുന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ടുവച്ചാണെന്നുള്ള കാര്യം പറയണേ. ഓ അപ്പം എനിക്ക് കോമ്പറ്റീഷനായിട്ട് നിങ്ങൾ വെച്ചതാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് നമ്മുടെ സച്ചി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്. പിന്നെ കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയിട്ട് നീ വലിയ ചാമ്പ്യൻ അല്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാനുണ്ട് നമ്മുടെ ശ്രുതി. അതിനിടയ്ക്ക് ഒരു ചാമ്പ്യൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അതാരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രയുടെ അടുത്ത് അതൊരു ഓട്ടക്കാരനാണെന്ന് പറയാണ് കേട്ടോ. എടാ നിന്നേക്കാളും വലിയ ഓട്ടക്കാരൻ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ സച്ചിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരം ഏകദേശം ഒരു വിധത്തിൽ ഒപ്പിച്ച് അങ്ങ് തീരുവാണ്. തുടർന്ന് അടുക്കളയിൽ പോയതിനു ശേഷം രേവതി പറയുന്നുണ്ട്, ഇപ്പോ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഏട്ടനെ വ്യക്തമായിട്ട് സംശയം തോന്നി. സച്ചേട്ടൻ വെച്ച് നാരങ്ങ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടാണ് അവർ പുതിയൊരു നാരങ്ങ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴാണ് രേവതി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഈ കാര്യത്തിലൊരു തീരുമാനമാകും എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അത് കേട്ട് നിൽക്കുവാണ് കേട്ടോ രേവതി. അങ്ങനെ രാത്രിയായി എല്ലാവരും ഉറക്കമാണ് കേട്ടോ. രാത്രിയിൽ സുധിയും ശ്രുതിയും അതുപോലെ ചന്ദ്രമതിക്ക് ഉറങ്ങി. ബാക്കി എല്ലാവരും ഉറങ്ങാതെ തന്നെ ഈ ഒരു കെണി ഒരുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ശ്രീകാന്തിനും വർഷയ്ക്കൊക്കെ ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിയാലോ. രവിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇവരെന്തോ ഒപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് അവർ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നാരങ്ങയുടെ സ്വപ്നമൊക്കെ കണ്ടിട്ട് ഞെട്ടി എണീക്കുന്നുണ്ട് കേട്ടോ. അവിടെ റൂം ഡോർ ലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭയം ഒന്ന് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒന്ന് പോയിട്ട് കഥകിൽ മുട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഡോറിന് നോക്ക് ചെയ്ത് ആ സൗണ്ട് കേട്ടപ്പോൾ ഈ സമയത്ത് ആരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സുധിയാണെന്നുണ്ടെങ്കിൽ കഥക് തുറക്കുവാണ് കേട്ടോ. ആരും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഡോർ വീണ്ടും ലോക്ക് ചെയ്യാണ്. സച്ചിയാണെങ്കിൽ വീണ്ടും പോയിട്ട് മുട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും നോക്കുന്നു, ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോറൊക്കെ തുറന്നിട്ട് ആളവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. അങ്ങനെ ആരും കാണുന്നൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ആരും ഡോറിന് തട്ടണ്ട എന്നുള്ള രീതിയിൽ ഡോറൊക്കെ തുറന്നിട്ടിട്ട് ആളിങ്ങനെ കിടക്കണ്ടേ. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ നാരങ്ങയിൽ നൂലൊക്കെ കെട്ടിയിട്ട് അവൻ്റെ മേലേക്ക് അങ്ങ് ഇടുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുന്ന സുധി കാണുന്നത് നാരങ്ങ അവിടെ കിടക്കുന്നതാണേ. നൂല് കെട്ടിയതൊന്നും കാണുന്നില്ല. അയ്യോ ആ നാരങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഞെട്ടി എണീക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ആ നാരങ്ങ നൈസായിട്ട് ഇങ്ങനെ മെല്ലെ വലിക്കുകയാണ്. നാരങ്ങ അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് വേഗം ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയെ വിളിക്കുകയാണ് ഫോണിൽ. ഈ സമയത്ത് എന്തിനാ ഇപ്പോൾ സുധി വിളിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്ര ഫോൺ എടുക്കുന്നുണ്ട്.
ഫോൺ എടുത്തിട്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അമ്മ ഉറങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടാ എനിക്ക് ഉറക്കം വരുന്നില്ല, അമ്മ ഇവിടെ ശ്രുതിയാണെങ്കിൽ ഉറങ്ങി, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പുറത്തുനിടാൻ നീ പുറത്തേക്ക് വാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഫോൺ വെച്ചിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ചന്ദ്രമതി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ശ്രുതി എവിടെ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. അവള് നന്നായിട്ട് ഉറങ്ങി അമ്മേ, ആരോ കതകിന് വന്ന് തട്ടി, ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ആരും കാണുന്നില്ല. അത് കുഴപ്പമില്ലമ്മേ, പക്ഷെ ആ നാരങ്ങ ഉണ്ടല്ലോ അതെന്റെ കൺമുമ്പിലേക്ക് പറന്നു വന്നു. അതെങ്ങനെയാണ് നാരങ്ങ പറന്നു വരുന്നത്? ചിലപ്പോൾ നിനക്ക് ഭയം കൊണ്ട് അങ്ങനെ തോന്നിയതാവുന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ ഭയന്ന് അമ്മ എനിക്ക് ആകെ ഭ്രാന്താവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടല്ലേടാ നമ്മൾ വേറൊരു നാരങ്ങ ജപിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്മേ, നമ്മൾ വെച്ച നാരങ്ങയേക്കാൾ കൂടുതൽ ശക്തി സച്ചി വെച്ച് നാരങ്ങയ്ക്കാണെന്നാ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചുണ്ട് ഇങ്ങനെ കോടി പോലുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അമ്മേ. എൻ്റെ വാ വെച്ചിട്ടല്ല എൻ്റെ ജോലി തന്നെ ഇരിക്കുന്നത്. അങ്ങനെ അവസാനം എനിക്ക് വർത്തമാനം പറയാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മേ എൻ്റെ മൾട്ടി മില്യണർ പ്ലാനൊക്കെ എങ്ങനെ നടക്കുന്നൊക്കെയാണ് ശ്രുതി ചോദിക്കുന്നത്. എടാ നീ എപ്പോഴും നിന്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ പ്രായത്തിൽ എൻ്റെ വായ ഇങ്ങനെ കോടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അമ്മ ഇങ്ങനെ ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ ലെമൺ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴല്ലേ പ്രശ്നം. അതെടുത്ത് നമുക്ക് പുറത്തേക്ക് കളഞ്ഞാലോ? എടാ അങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ അത് ഇവിടെ ഇരുന്നാലേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം. വാ അമ്മേ നമുക്കെടുത്ത് എറിയാം. അമ്മേ സച്ചി ടെറസിലാണ് കിടന്നുറങ്ങുന്നത്, ആരും കാണുന്നതിന് മുമ്പ് നമുക്കത് എടുത്തിട്ട് കളയാം. വാ അമ്മ എന്ന് പറയുമ്പോൾ നീ അങ്ങനെയാണോ പറയുന്നത്? ശരി വാ നമുക്ക് എടുത്തെറിയാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് കേട്ടോ. പൂജാമുറിന്റെ ഡോറ് തുറന്നേ ഉള്ളൂ. എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഭയന്നിരിക്കുകയാണ് കേട്ടോ. സുധീരുടെ അടുത്ത് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ അമ്മ പോയിട്ട് എടുക്കുക എന്ന് പറയുകയാണേ. നീ എല്ലാത്തിനും എന്നെ തന്നെ കൂട്ടുപിടിക്കടാ. ശരി ഞാൻ പോയി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോയിട്ട് അത് എടുക്കുവാണേ. സച്ചി മന്ത്രിച്ച് വെച്ച ആ നാരങ്ങ മാത്രം എടുത്തിട്ട് ചന്ദ്ര പുറത്തേക്ക് വരുമ്പോഴേക്കും സുധി പറയുന്നുണ്ട് രണ്ടും എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമല്ലേ അമ്മ ആർക്കും ഡൗട്ട് തോന്നാതിരിക്കുള്ളൂ. ഇതിലൊക്കെ നിനക്ക് നല്ല അറിവുണ്ട്. ശരി ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് 2 നാരങ്ങ എടുക്കുവാണേ. വാ നമുക്ക് ടെറസിൽ കൊണ്ടുപോയിട്ട് കളയാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി തിരിഞ്ഞു നടക്കുന്ന സമയത്ത് അവിടെ ശ്രുതി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. രണ്ടുപേരും പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് മുമ്പോട്ട് എത്തുമ്പോഴേക്കും ഫുൾ ലൈറ്റ് ഓൺ ആവുന്നുണ്ട് കേട്ടോ. എന്തിനാണ് നീ ലൈറ്റ് ഇട്ടെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അമ്മ ഞാൻ അമ്മയുടെ കൂടെ അല്ലേ ഉള്ളത്, അപ്പോൾ ആരാ ലൈറ്റ് ഇട്ടത്? ആദ്യം സച്ചിയും രേവതിയും വരുന്നുണ്ട്, പിന്നെ ശ്രീകാന്തും അതുപോലെ വർഷയും, അതിന്റെ പുറകെ തന്നെ രവിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതിയും എണീക്കുന്നുണ്ടല്ലോ. ശ്രുതി അവിടെ ഇല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കി പുറത്ത് വന്ന് നോക്കുമ്പോഴേക്കും എല്ലാവരും അവിടെ നിൽക്കുവാണ് കേട്ടോ. ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണല്ലോ, അല്ല ഈ സമയത്ത് എല്ലാവരും കൂടി കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? തുടർന്ന് സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാത്രി നല്ല കിടിലൻ പെർഫോമൻസ് കാണാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ഉറങ്ങാതിരുന്നാലെന്ന്, അതാണ് ഇത്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ചന്ദ്രേ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അത് രവിയേട്ട ഉറക്കം വന്നില്ല അതുകൊണ്ടാന്ന് പറയുമ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ അമ്മേ നാരങ്ങയൊക്കെ കൈ പിടിച്ച് നിൽക്കുന്നത്? ഒരു പക്ഷേ ജ്യൂസ് അടിച്ച് കുടിക്കാനായിരിക്കുന്നു വർഷ. ചന്ദ്രയെ കളിയാക്കിയതാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ ഒരുമാതിരി ആവുന്നുണ്ട്. അച്ഛാ എന്തിനാണ് ഞാൻ നാരങ്ങ കൊണ്ടുവച്ചെന്നുള്ള കാര്യം പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ? സ്വർണം എടുത്തവരാരാണെന്നെങ്കിലും അത് കറക്റ്റ് പിടിക്കപ്പെടുന്നു പറഞ്ഞില്ലായിരുന്നോ? എന്താ അമ്മ ഇത്? അപ്പോ സുധേട്ടനാണോ സ്വർണം എടുത്തതെന്നുള്ള കാര്യം ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്തിന്റെ അടുത്ത് ചന്ദ്ര ചൂടാവാണ് കേട്ടോ. എന്താണ് നീ പറഞ്ഞത്? സുധിയാണോ എടുത്തതെന്നോ? അതൊന്നുമില്ല. പിന്നെ എന്തിനാണ് അമ്മ സച്ചേട്ടൻ വെച്ചിരിക്കുന്നത് നാരങ്ങ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് രേവതി ചോദിക്കുകയാണേ. കാര്യങ്ങളുടെ പോക്കൊക്കെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും ശരിക്കും കറക്റ്റ് പിടിക്കപ്പെട്ടു എന്ന് കേട്ടോ. ഇങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീട്ടിലുള്ളവർക്ക് നല്ലതല്ല എന്നുള്ള കാര്യം ഭാമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് കളയാന്ന് വിചാരിച്ചത്. അതെ അതുകൊണ്ടാണെന്ന് സുധിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ കൊണ്ടുവച്ച സാധനം എന്തിനാ എടുത്ത് കളയുന്നത്? അപ്പോഴേക്കും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അവരെന്തോ ഭയത്തിലാണ് രേവതി അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം. തെറ്റ് ചെയ്യാതെ എന്തിനാ ശ്രുതി ചേച്ചി നമ്മൾ ഭയപ്പെടുന്നതെന്ന് വർഷ. തുടർന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ അത് ഞാൻ മന്ത്രിച്ചൊന്നും കൊണ്ടുവച്ചതല്ല, ഇവനാണ് എന്തോ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചുമ്മാ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവച്ചതാണ്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും ആ 2 നാരങ്ങ താഴേക്ക് വീഴുവാണേ. നീ എന്താ ഡ്രാമ കളിക്കാണോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഡ്രാമയൊന്നുമല്ല, നമ്മൾ ഈ പോലീസുകാരൊക്കെ പറയില്ലേ കെണി വെച്ച് പിടിക്കുക എന്ന്, അങ്ങനെയാണ് നിങ്ങളുടെ മകനെ ഈ നാരങ്ങ വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിക്കാണ് കേട്ടോ രവി. ചന്ദ്ര രവിക്ക് നേരെ തിരിയുന്നുണ്ട്. നീ അപ്പോ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് അല്ലേ? ഇല്ല രവിയേട്ട, ഞാൻ എന്ത് മറയ്ക്കാനാണ്? അവനെന്തോ കിറുക്ക് പറയല്ലേ. ഇങ്ങനെ മന്ത്രിച്ച നാരങ്ങയൊന്നും വീട്ടിൽ വെക്കുന്നത് അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളയാൻ നോക്കിയത്. അതിനെന്തിനാ ഈ നടുരാത്രി ചെയ്യുന്നത്? എന്താ രാവിലെ ചെയ്താൽ പോലെ എന്നുള്ള കാര്യം ചോദിക്കേണ്ട സച്ചി. അപ്പോഴേക്ക് വീണ്ടും രണ്ടുപേരും പെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട്, അമ്മയെ എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ചന്ദ്ര വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. വീണ്ടും ഓരോ ഉടായ്പ പറയാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എന്തെങ്കിലും ഇടകൂടെ ആയാലോ? വീട്ടില് ചീത്തയൊക്കെ വന്ന് ഭവിക്കുന്നുള്ള കാര്യം പറയുമ്പോൾ ഇവനേക്കാൾ വലിയ എന്ത് ചീത്ത വന്ന് ഭാവിക്കാനാണ് ഈ വീട്ടില്? അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്
എന്തിനാ സച്ചി ഓരോന്ന് പറയുന്നത്? ആന്റി ഓൾറെഡി പറഞ്ഞില്ലേ, ശ്രുതി നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ശ്രുതിയെയും അതുപോലെ ശ്രുതിയെയും ഓടിച്ചെന്ന് തടഞ്ഞു നിർത്തുവാണ് കേട്ടോ നമ്മുടെ സച്ചി. എടാ, കേസ് നടന്നുകൊണ്ടിരിക്കില്ലേ, അതിനിടയ്ക്ക് അക്യൂസായ നീ എങ്ങനെ അകത്ത് പോകുന്നത്? മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോ. എടാ, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അറിയാന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് എങ്ങനെയാടാ 4 ലക്ഷം രൂപ കിട്ടിയത്? അത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വാങ്ങിയാന്നുള്ള കാര്യം ശ്രുതി വീണ്ടും പറയുമ്പോ, അച്ഛാ ആ പാർക്കിലെ ഇവന്റെ ഫ്രണ്ടല്ലോ, അവനെ ഞാൻ കണ്ടതാണ്, അവൻ ഇവന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇല്ലല്ല, ഞാൻ അവന്റെ അടുത്ത് തന്നെ വാങ്ങിയെന്നുള്ള കാര്യം ശ്രുതി വീണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, ശരി അങ്ങനെയാണെങ്കിൽ നീ അവനെ വിളിക്കുകയെന്ന് പറയാണേ. അത് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ, കണ്ടില്ല അച്ഛാ എങ്ങനെ ഉരുണ്ട് കളിക്കുന്നതെന്ന് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടോ, സുധിയേട്ട എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയാൻ വേണ്ടിയിട്ട്. എന്ത് സത്യം പറയണമെന്നാണ് നീ പറയുന്നത്? ഈ സച്ചിയാണ് ചുരുമ്മ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ട്. രേവതി, നീയാണോ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മേ, ഈ വീട്ടില് എന്ത് നടന്നാലും അതിന് കാരണം ഞാനാണോ? എന്റെ സ്വർണം കവറിങ് സ്വർണമായിട്ട് മാറിയതിനും അമ്മ എന്നെയാണ് കുറ്റം പറഞ്ഞത്. ഇനിയും എന്തോരം എന്റെ മേലെ കുറ്റങ്ങൾ ചാർത്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴും, എടി നീ തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചന്ദ്ര തുടങ്ങുമ്പോഴേക്കും ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിക്കാണ് കേട്ടോ രവി. എന്നിട്ട് സുധിയുടെ അടുത്ത് ഇങ്ങോട്ട് വാ എന്ന മട്ടിൽ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. സുധി അപ്പോഴേക്കും രവിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. സത്യം പറ, എന്താ നടന്നത്? ഇല്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും, എന്താ രവിയേട്ടാ ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ അവനെ സംശയിക്കുന്ന എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും, നീ മിണ്ടരുത് എന്നുള്ള മട്ടിൽ കാണിക്കുകയാണേ. നിന്നോട് മിണ്ടരുത് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ചന്ദ്രമതി അടങ്ങുന്നുണ്ട്. എടാ പറയടാ എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇല്ല അച്ഛാ എനിക്ക് ഒന്നും അറിയില്ല. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, അങ്കിൾ അവര് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പൗഡർ എടുത്തി അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുന്നതാണ്, നീ ഒന്നും മിണ്ടണ്ട. എടാ പറയടാ എന്നുള്ള കാര്യം രവി വീണ്ടും പറയുമ്പോൾ, ഇല്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും സച്ചി അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എടാ അച്ഛൻ എത്ര തവണ ചോദിക്കുന്നത്, നീ വീണ്ടും ഇല്ല എന്നുള്ള കാര്യം പറയുന്നെന്ന് പറഞ്ഞിട്ട് കൈ ഒങ്ങുമ്പോഴേക്കും സച്ചിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് സ്വർണം കൊണ്ടേ വിട്ടിട്ട് അത് കവറിങ് സ്വർണ്ണമാക്കി മാറ്റിയത്. അത് കേട്ടോടെ രവി ചന്ദ്രയുടെ മുഖത്തേക്കാണ് കേട്ടോ നോക്കുന്നത്. ശ്രീകാന്ത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അപ്പൊ ചേച്ചിയുടെ സ്വർണം വിറ്റിട്ടാണല്ലേ നിനക്ക് 4 ലക്ഷം രൂപ കിട്ടിയത്? അത് കേട്ട സുധി അച്ഛ എന്ന് വിളിച്ചുകൊണ്ട്, അച്ഛ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു, ഡീലർക്ക് വരെ കാശ് കൊടുക്കണമായിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചതാണ്, അമ്മയാണ് പറഞ്ഞത് രേവതിയിൽ സ്വർണ്ണം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോഴേക്ക് ചന്ദ്രമതിയും പെട്ടല്ലോ. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണം.